വിതരണ കരാറുകാരുടെ സമരം കാരണം റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. തിങ്കളാഴ്ച മുതലാണ് കരാറുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഈ മാസത്തെ റേഷൻ വിഹിതം കടകളിൽ എത്താതായതോടെ റേഷൻ കടകൾ കാലിയായി തുടങ്ങി. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ് തോമസ്, കട കാലിയാവുകയാണോ? സുജയ പാർവതി, 5 മാസത്തിനിടയിൽ രണ്ടാമത്തെ സമരമാണ് നടക്കുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിലും ഈ രീതിയിൽ സമരം നടന്നിരുന്നു. സർക്കാർ ചർച്ച നടത്തി പണം അനുവദിച്ചു. പക്ഷേ നോക്കൂ, ഈ കട നോക്കൂ, കോഴിക്കോട് ജില്ലയിലെ പുത്തൂർമഠം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കടയാണ്. മാസം പകുതി പിന്നിടുന്നു. ഈ സമയത്ത് റേഷൻ കടകൾ നിറയെ അരിയും സാധനങ്ങളും വേണ്ടതാണ്. പക്ഷേ കടകൾ കാലിയായി തുടങ്ങിയിരിക്കുന്നു. ആവശ്യത്തിനുള്ള അരിയും പഞ്ചസാരയും ഗോതമ്പും ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം കരാറുകാർക്ക് കഴിഞ്ഞ 4 മാസത്തെ കുടിശ്ശിക തുകയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 മാസത്തെ 10% കുടിശ്ശികയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 100 കോടി രൂപയോളമാണ് കുടിശ്ശിക വന്നിരിക്കുന്നത്. ചേട്ടാ, ഈ കടയിൽ ആവശ്യത്തിനുള്ള സാധനം ഉണ്ടോ? ഇല്ല. ഈ മാസം ഇപ്പോൾ നമുക്ക് 2.5 ടൺ അരി വേണം ഒരു മാസം വിൽക്കാൻ. ഇപ്പോൾ ആകെ 10 കിൻഡൽ അരിയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അത് 2 ദിവസം കൊണ്ട് തന്നെ അത് തീർന്നു. ഇപ്പം എത്ര ബാക്കിയുണ്ട് ഇവിടെ? ഇപ്പോൾ 4 കിൻഡൽ AY കാർഡിലെ പച്ചരി മാത്രമേ ഉള്ളൂ. 4 കിൻഡൽ അത്ര മാത്രമേ ഉള്ളൂ. പഞ്ചസാര, ഗോതമ്പ്, മറ്റു സാധനങ്ങളൊന്നുമില്ല. കുത്തരി, പഞ്ചസാര ഉണ്ട്, അത് AY കാർഡിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഗോതമ്പില്ല, പിന്നെ അരികളൊന്നുമില്ല. ഇപ്പോൾ ഈ AYക്കുള്ള പച്ചരി മാത്രമേ ഉള്ളൂ. AY കാർഡുകൾ 4 കിൻഡൽ പച്ചരി ഉണ്ട്, അത് മാത്രമേ സ്റ്റോക്കുള്ളൂ. ആളുകൾ വന്ന് മടങ്ങി പോകുമ്പോൾ എന്താ പറയുന്നത്? ആളുകൾ വന്നിട്ട് എന്നും വന്ന് പോകും. പിന്നെ ഇപ്പോൾ എല്ലാവരും ഫോൺ നമ്പർ കൊടുത്തിട്ട് വിളിക്കുകയാണ്. രാവിലെ മുതലേ വിളി തുടങ്ങും. വന്നോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ അടുത്തില്ല, സ്റ്റോക്കില്ല, വേറെ എവിടെ ഷോപ്പിലുണ്ടെങ്കിലും വാങ്ങിച്ചോളി എന്ന് പറയും. ചിലർ പോകും, ചിലർ പോകില്ല. ഈ തൊട്ടടുത്തുള്ള അവിടെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ റേഷൻ കട, അവിടെ ഉണ്ടോ? അടുത്തുള്ള കടകൾ, ചില റേഷൻ കടകളൊക്കെ ഉണ്ട്, സ്റ്റോക്കുണ്ട്, പഴയ സ്റ്റോക്കുള്ളതുണ്ട്. എനിക്ക് ഈ മാസം തീരെ വന്നിട്ടില്ല. കഴിഞ്ഞ മാസം അഡീഷണൽ കിട്ടിയിട്ടുമില്ല. അഡീഷണൽ കിട്ടുമ്പോഴാണ് കുറച്ച് ഫസ്റ്റ് സ്റ്റോക്ക് ഉണ്ടാവും. നിങ്ങളൊക്കെ പലതവണ എവിടെ വരുന്നത്? പല പ്രാവശ്യം വരുന്നുണ്ട്. അവിടെ അരിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുജയ്, ഇതാണ് ആളുകൾ കടകളിൽ വന്ന് മടങ്ങിപ്പോകുന്നു, അരിയില്ലാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യം. കരാറുകാരുടെ സമരം അത് ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. ഈ മാസത്തെ റേഷൻ വിഹിതം റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഈ ഗോഡൌണിൽ നിന്ന് അരിയും സാധനങ്ങളും എടുത്ത് ലോറിയിൽ കയറ്റി ഈ കടകളിൽ എത്തിച്ച് നൽകണം. ആ കരാറുകാരാണ് സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഈ കടമുറിയുടെ 2ാമത്തെ റൂമാണ്. ഇതിനകത്ത് നോക്കൂ, ഒരു 3 ചാക്ക് പച്ചരി ഇരിക്കുന്നു. സൈഡിലാണെങ്കിൽ കുറച്ച് ആട്ടപ്പൊടിയുണ്ട്. അല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും തന്നെ ഈ റേഷൻ കടയിൽ കാണാനില്ല. അതായത് ഈ മാസം അവസാനത്തോടു കൂടി പോകുന്ന ഘട്ടത്തിൽ ഇനിയും സാധനങ്ങൾ എത്തിയിട്ടില്ല. ഈ സമരം നീണ്ടു പോവുകയാണെങ്കിൽ എല്ലാ കടകളും പ്രശ്നമാകും. അനിശ്ചിതകാല സമരമാണ്. സിനോജ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 മാസത്തിനിടെ 2ാമത്തെ സമരമാണ്. അപ്പോൾ ഈ സമരത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മന്ത്രി GR അനിൽ ഇടപെട്ട ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകിയത്.